നമ്മുടെ ഹാർട്ട് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു മസിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാർട്ടാണ് നമ്മളെ എല്ലാം, നമ്മുടെ പമ്പ്. ഹാർട്ടിൻ്റെ പമ്പില്ലെങ്കിൽ നമ്മൾ ഡെഡ്. അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് അല്ലെങ്കിൽ കാർഡിയാക് മസിലിനെയും സ്മൂത്ത് മസിലിനെയും സയൻസ് പറയുന്നത് ഇൻവോളണ്ടറി മസിൽ എന്നാണ്. ഇൻവോളണ്ടറി മസിൽ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ല ഈ മസിൽ എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ നിയന്ത്രണത്തിൽ എന്നുള്ളത് നമുക്ക് സ്കെൽറ്റൽ മസിലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിയന്ത്രണം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് നമുക്കറിയാം, ഒരു മനുഷ്യ ശരീരത്തിൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന അവയവമാണ് ഹാർട്ട്. അതായത് ഒരു മനുഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണമായി രൂപപ്പെട്ട് ഒരു 5 ആഴ്ചകൾക്കുള്ളിൽ ഒരു അരിമണിയുടെ വലിപ്പമുള്ള ഭ്രൂണമായിരിക്കുമ്പോൾ തന്നെ ആ ഭ്രൂണത്തിൽ ഹാർട്ട് ഫോം ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലൊക്കെ അൾട്രാസൗണ്ട് സ്കാനിങ് അങ്ങനെയൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം ചെയ്യണത് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് നോക്കണത്. ഒരു സ്ത്രീയും പുരുഷനും സെക്സിൽ ഏർപ്പെട്ട് ബീജവും അണ്ടവും തമ്മിൽ യോജിച്ച് ആഴ്ചക്കുള്ളിൽ ഒരു ഭ്രൂണം ഫോം ചെയ്ത് ഏകദേശം വിത്തിൻ 3 വീക്സ് ഫസ്റ്റ് അവയവമായിട്ട് ഹാർട്ട് ഫോം ചെയ്യണം. അപ്പോൾ തുടങ്ങി ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഹാർട്ട് ഇടിക്കാൻ തുടങ്ങും, ഹാർട്ട് പമ്പിങ് ആരംഭിക്കും. പിന്നെ ആ ഹാർട്ട് പൊട്ടി ജനിച്ച് വർഷങ്ങളോളം ജീവിച്ച് 80, 90, 100 അങ്ങനെ അവരുടെ ആയുസനുസരിച്ച് മരിക്കുമ്പോൾ മാത്രമാണ് ഹാർട്ട് നിലയ്ക്കുന്നത്. അതിനു മുന്നേ നമ്മുടെ ആരുടെയും കൺട്രോളല്ല ഹാർട്ട് സ്വമേധയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് ഹാർട്ടിൻ്റെ മിടിപ്പ് ഇപ്പോൾ വേണമെന്ന് വെച്ചാൽ കുറച്ച് നേരം ഹാർട്ടിൻ്റെ മിടിപ്പൊന്ന് നിർത്താം, കുറച്ച് നേരം ഹാർട്ടിന് റെസ്റ്റ് കൊടുക്കട്ടെ, അങ്ങനെയൊന്നും നമുക്ക് സ്വയം നമ്മുടെ ബ്രെയിനോ നമുക്കോ ചെയ്യാൻ കഴിയില്ല. ഇത് ഞാൻ സ്കെൽറ്റൽ മസിലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് നിയന്ത്രണം എന്നുള്ള വാക്കിന് കുറച്ചുകൂടി അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഹാർട്ടിൻ്റെ ഒരു ഫങ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മുടെ ആരും നിയന്ത്രണത്തിലല്ല. ഇതുപോലെ തന്നെയാണ് സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്.